ഇതിനകത്ത് വലിയ തോതിൽ ഉള്ള പ്രശ്നങ്ങൾ ഈ പുതിയ ഭേദഗതികൾ എന്ന തരത്തിലല്ല വന്നത്. നേരത്തെ തയ്യാറാക്കിയ ഒരു ഭേദഗതി അതേ രീതിയിൽ കൊണ്ടുവരുന്നൊരു നിലയാണ് വനം വകുപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടായത്. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ വനം മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. ഇത് ഒരു തരത്തിലും ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോകില്ല. ജനങ്ങളോടൊപ്പമായിരിക്കും സർക്കാർ. എന്തെങ്കിലും മാറ്റങ്ങൾ വരേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് വനം മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ ഉയർന്നു വന്നു. അത്തരം ആശങ്കകൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഇപ്പം തന്നെ ഇത് നടപ്പാക്കണം എന്നൊരു വാശി പിടിക്കേണ്ടതില്ല എന്നതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ ഘട്ടത്തിൽ അത് തുടരേണ്ടതില്ല എന്ന നിലപാട് എടുക്കുന്നത്. അല്ല, ഇത് നമ്മൾ കാണേണ്ടത്, ഞങ്ങൾ എല്ലാ കാലത്തും ഈ മലയോര നിവാസികളുടെ ആ ജനതയുടെ കൂടെയാണല്ലോ നിന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അവർക്കൊരു വല്ലാത്ത ആശങ്കയുണ്ടാകുമ്പോൾ ആ ആശങ്ക ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നാണ് നേരത്തെ വനമന്ത്രി പറഞ്ഞതെങ്കിലും തൽക്കാലം ഈ നിയമം തന്നെ വേണ്ട എന്ന് വെക്കുന്നതാണ് നല്ലത് എന്നൊരു നിലപാടിലേക്ക് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം നമ്മുടെ സംസ്ഥാനത്ത് ഈ രീതിയിലുള്ള ഒരു നീക്കവും ആ ജനങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല എന്ന് വ്യക്തമാക്കൽ തന്നെയാണ്. ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വനവുമായി ബന്ധപ്പെട്ട രീതിയിൽ നടപ്പാക്കാനാവില്ലല്ലോ. ഇപ്പോൾ ബഫർ സോൺ, നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനത്ത് ബഫർ സോൺ പ്രായോഗികമല്ല എന്ന് നമുക്കെല്ലാവർക്കും അഭിപ്രായമില്ലേ? അത് സംസ്ഥാന സർക്കാരിനും അഭിപ്രായമില്ലേ? പക്ഷേ കേന്ദ്ര നിയമമല്ലേ, കേന്ദ്രമല്ലേ ഒരു നിലപാടെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതാണ് പ്രധാന തടസ്സമായിട്ട് വരുന്ന കാര്യം. PV അൻവർ രാജിവെക്കാനുള്ള കാരണമായി പറഞ്ഞത് തന്നെ വനനിയമ ഭേദഗതിയും അതിനെ ചുറ്റുള്ള പ്രശ്നങ്ങളുമാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് ആയിട്ടൊക്കെ വരുമോ? കഴിഞ്ഞ മാർച്ചിലാണ് നമ്മുടെ മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി നമ്മൾ പ്രഖ്യാപിച്ചത്. അതിനുശേഷം അതിന്റെ ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും അത് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിതരണം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതിലെന്തെങ്കിലും തടസ്സമുള്ളതാണോ? അല്ല, ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള ഒരു ചെറിയ തുക മാത്രമാണ്. അത് കാലാനുസൃതമായി മാറ്റണം എന്ന് തന്നെയാണ് പൊതുവിൽ ജനങ്ങൾക്കും അഭിപ്രായം, ഞങ്ങൾക്കുള്ള അഭിപ്രായം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ്.